നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. എക്സിം ടെലി സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ EV ചാർജർ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ചാർജർ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇവർ. ഇന്ത്യയിലെ 60% ഇക്കാര്യത്തിലെ മാർക്കറ്റും കമ്പനിയുടെ പേരിൽ തന്നെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. മാത്രമല്ല, അടുത്ത 4 വർഷം കൊണ്ട് 50% മുതൽ 60% വരെയുള്ള വളർച്ചാ നിരക്ക് കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം 429 കോടി രൂപയുടെ ഒരു IPO ആണ് കമ്പനി നടത്തുന്നത്. ഫെബ്രുവരി 27 മുതൽ 29 വരെയാണ് ഈ IPO നീണ്ടു നിൽക്കുന്നത്. 429 കോടിയിലും 329 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളാണ്. 100 കോടി രൂപയ്ക്കുള്ളത് മാത്രമാണ് ഓഫർ ഫോർ സെയിൽ. നമുക്കപ്പോൾ എന്തായാലും ഈ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജർ നിർമ്മിക്കുന്ന കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. 1994 ഹിമാചൽ പ്രദേശിലെ സോലനിലാണ് കമ്പനി രൂപം കൊള്ളുന്നത്. ഇവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പവർ സിസ്റ്റംസിലാണ്. പ്രധാനമായിട്ടും EV ചാർജിങ് മെഷീൻസ് ആണ് അവർ നിർമ്മിക്കുന്നത്. അതുകൂടാതെ അനുബന്ധമായിട്ടുള്ള മറ്റ് സൊല്യൂഷൻസും ഉണ്ടാക്കുന്നുണ്ട് കമ്പനി. അത് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ പവർ സിസ്റ്റംസ്, ഈ ഡിജിറ്റലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന് ആവശ്യമായിട്ടുള്ള പവർ സിസ്റ്റംസ്, അതുകൂടാതെ EV ചാർജിങ് സൊല്യൂഷൻസും കമ്പനി നിർമ്മിക്കുന്നത്. AC DC ചാർജിങ് മെഷീൻസ് അവർ നിർമ്മിക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുഴുവനായിട്ടും കമ്പനിയുടെ പ്രോഡക്റ്റുകൾ വിൽപ്പനയ്ക്ക് പോകുന്നുണ്ട്. എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള, അതായത് ഹാർഡായിട്ടുള്ള കാലാവസ്ഥ വരികയാണെങ്കിൽ പോലും അതിനെ പിടിച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഉപകരണങ്ങളാണ് ഇവരുടെ എക്സിം ടെലി സിസ്റ്റംസ് നിർമ്മിക്കുന്നത്. എക്സികോമിൻ്റെ പ്രധാന ബിസിനസ്സായിട്ടുള്ള EV ചാർജർ ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 തരത്തിലാണ്. ഒന്ന് സ്ലോ ചാർജിങ് സൊല്യൂഷൻസ്, അതായത് ഓൾട്ടർനേറ്റ് കറണ്ടാണ്, AC ചാർജേഴ്സ്. അത് റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. മറ്റത് ആണ് ഫാസ്റ്റ് ചാർജിങ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് DC ആണ്. DC ചാർജേഴ്സ് അത് ബിസിനസ് രംഗത്ത്, അതല്ലെങ്കിൽ പബ്ലിക് ചാർജിങ്, നമ്മളുടെ നാഷണൽ ഹൈവേയിലെല്ലാം ഉള്ള ചാർജിങ് പോയിന്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇവരുടെ കസ്റ്റമേഴ്സായിട്ട് വരുന്നത് ഓട്ടോമോട്ടീവ് രംഗത്തുള്ള, അല്ലെങ്കിൽ പാസഞ്ചർ കാറുകൾ, വലിയ ഇലക്ട്രോണിക് ബസ്സുകൾ, പിന്നെ ചാർജിങ് പോയിന്റ് ഓപ്പറേറ്റേഴ്സ്, ഇതുപോലെയുള്ള ചാർജിങ് പോയിന്റുകൾ നടത്തുന്നവർ. അതുകൂടാതെ ഫ്ലീറ്റ് അഗ്രഗേറ്റേഴ്സ് ഉണ്ട്. ഒരുപാട് ഇത്തരത്തിലുള്ള ബസ്സുകളും വാഹനങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ. ഇവരൊക്കെയാണ് പ്രധാന കസ്റ്റമേഴ്സായിട്ട് വരിക. 61,000 EV ചാർജേഴ്സാണ് ഇവർ ഒരു 400ഓളം ലൊക്കേഷൻസിലായിട്ട് വിതരണം ചെയ്തിട്ടുള്ള കമ്പനിയുടെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം പറയുകയാണെങ്കിൽ 4,70,810 ലിയയോൺ ബാറ്ററീസാണ് കമ്പനി വിവിധ സെക്ടറുകളിലായിട്ട് വിതരണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം 2.1 ജിഗാവാട്ട് അവേഴ്സ് വരും. അതൊരു വലിയ വൈദ്യുതിയുടെ അളവാണ് ജിഗാവാട്ട് അവേഴ്സ് എന്ന് പറയുമ്പോൾ. എക്സികോമിൻ്റെ ഹിമാചലിലുള്ള മാനുഫാക്ചറിങ് യൂണിറ്റിന് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരുവിധപ്പെട്ട എല്ലാ ISO സർട്ടിഫിക്കേഷൻസും ലഭിച്ചിട്ടുള്ളതാണ്. അത് കൂടാതെ കമ്പനിയുടെ EV ചാർജേഴ്സിൻ്റെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 70ഓളം കസ്റ്റമേഴ്സാണ് EV ചാർജേഴ്സിൻ്റേതായിട്ടുള്ളത്. 70 എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വൽസ് അല്ല, അത് കോർപ്പറേറ്റ് കസ്റ്റമേഴ്സാണ് മിക്കവാറും. 15 ഓട്ടോമോട്ടീവ് രംഗത്തുള്ള, അല്ലെങ്കിൽ വാഹന നിർമ്മാണ കമ്പനികൾ ഇവരുടെ കസ്റ്റമേഴ്സായിട്ടുണ്ട്. 32 നാഷണലും റീജിയണലുമായിട്ടുള്ള ചാർജിങ് പോയിന്റ് ഓപ്പറേറ്റിംഗ് കമ്പനികൾ ഇവരുടെ കസ്റ്റമേഴ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലീറ്റ് അഗ്രഗേറ്റേഴ്സ് ഒരു 4 സംഘങ്ങൾ ഇവരുടെ കസ്റ്റമേഴ്സായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് എംപ്ലോയീസിൻ്റെ നമ്പർ നോക്കുകയാണെങ്കിൽ 1190 എംപ്ലോയീസാണ് കമ്പനിയുടെ പേറോളിൽ ഉള്ളത്. അത് കൂടാതെ അവരുടെ സബ്സിഡിയറിയിലും ഒരു 50 എംപ്ലോയീസ് വേറെയുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെയും ഓട്ടോമോട്ടീവ് രംഗത്തെയും പ്രമുഖരായിട്ടുള്ള ചില ക്ലയൻസിൻ്റെ ലിസ്റ്റാണ്, എക്സികോമിൻ്റെ ചില ക്ലയൻസിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ലോഗോ കാണുമ്പോൾ തന്നെ നമുക്ക് അവരെ എല്ലാം തിരിച്ചറിയാവുന്നതാണ്. പ്രത്യേകിച്ച് വിശദീകരണം ആവശ്യമില്ലാത്തതാണ്.
ഇനി നമുക്ക് എക്സിക്കോമിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് ഒന്ന് പരിശോധിക്കാം. 2021 റവന്യൂ 524.36 കോടി രൂപ എന്നുള്ളത് 2022 ആയപ്പോഴത്തേക്ക് 848.96 എന്നുള്ള ലെവലിലേക്ക് കുതിച്ചുയരുകയാണ് ചെയ്തത്. എന്നാൽ 2023 അത് അല്പം താന്നിട്ടുണ്ട്, 723.4 താഴ്ന്നു. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ഈ താഴ്ചയ്ക്ക് 2022 നിന്ന് 2023 വന്നപ്പോൾ 14.75% ഒരു ഇടിവാണ് റവന്യൂവിൽ കണ്ടത്. അത് കാരണം ഇവരുടെ ബാറ്ററി ആയിട്ട് ബന്ധപ്പെട്ട് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റ് മെയിൻ കമ്പനിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തു. അതുമൂലം സംഭവിച്ചിട്ടുള്ള ഒരു വ്യത്യാസമാണ് കാണുന്നത്. ഇനി നെറ്റ് ഇൻകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 3.45 കോടി രൂപയാണ് അവരുടെ ലാഭം 2021. അത് 5.14 ആണ് അടുത്ത വർഷം, 6.37 ആണ് 2023 രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു നല്ല സ്റ്റഡി ആയിട്ടുള്ള വളർച്ച തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി കമ്പനിയുടെ വാല്യുവേഷൻസ് നോക്കാം. EPS ആണെങ്കിൽ 0.65, ഇഷ്യൂവിന് ശേഷം 4.55. പി റേഷ്യോ ആണെങ്കിൽ ആദ്യം 217.63, ഇഷ്യൂ കഴിയുമ്പോൾ 31.24. ഇനി നമുക്ക് ലിസ്റ്റഡ് പിയർ കമ്പനി നോക്കാം. സർവോടെക് പവർ സിസ്റ്റംസ് ആണ് ഒന്ന്, പിന്നെ മറ്റൊന്ന് SPL പവർ സിസ്റ്റംസ്. ഈ രണ്ട് കമ്പനികളാണ് ഇവരുടെ ലിസ്റ്റഡ് പിയർ കമ്പനികളായിട്ട് പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി 329 കോടി രൂപയാണ് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി കമ്പനിയിലേക്ക് ലഭിക്കുന്നത്. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുമെന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് തെലുങ്കാനയിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഫണ്ട് മാറ്റുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് കുറച്ച് പേയ്മെൻറ്റ്സ് കൊടുത്തു തീർക്കാനുള്ളതും ബോറോയിങ്സ് കൊടുത്തു തീർക്കാനുള്ളതെല്ലാം കൊടുക്കാനായിട്ട് അവർ ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് കുറച്ച് ഫണ്ട് മാറ്റുന്നുണ്ട്. പിന്നെ അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർ നല്ലപോലെ പണം മുടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുമെന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ലീഡ് മാനേജേഴ്സിന് നോക്കാം. മൊണാർക്ക് നെറ്റ്വർത്ത് ക്യാപിറ്റലും യൂണിസ്റ്റോൺ ക്യാപിറ്റലും സിസ്റ്റമാറ്റിക്സ് കോർപ്പറേറ്റ് സർവീസസുമാണ് അവരുടെ ലീഡ് മാനേജേഴ്സ്. രജിസ്ട്രാർ ലിങ്ക് ഇൻ ടൈം ഇന്ത്യയാണ്. ഇനി എക്സിക്കോമിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഫെബ്രുവരി 27 മുതൽ 29 വരെയാണ് ഇഷ്യൂ നീണ്ടു നിൽക്കുന്നത്. അതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 162 രൂപ മുതൽ 171 രൂപ വരെയാണ്. 329 കോടി രൂപയാണ് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി അവർ സ്വരൂപിക്കുന്നത്. 100 കോടി രൂപയ്ക്കുള്ളത് ഓഫർ ഫോർ സെയിലാണ്. അങ്ങനെ ടോട്ടൽ ഇഷ്യൂ സൈസ് 429 കോടി രൂപയ്ക്കുള്ളതാണ്. 87 ഓഹരികളാണ് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ. അങ്ങനെ 14 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാം. HNI കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 15 ലോട്ട് മുതൽ 70 ലോട്ട് വരെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. 10% മാത്രമാണ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% HNIസിനുമാണ് കമ്പനി ഓഹരികൾ കൊടുക്കുന്നത്. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് മാർച്ച് 1 ആയിരിക്കും. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. മാർച്ച് 5 ആയിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് എന്ന് പറയപ്പെടുന്നു. ഇനി ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് സംശയിക്കുന്നവരോട് പറയാനുള്ളത്, ഇത് വളരെ മികച്ച ഒരു കമ്പനി തന്നെയാണ്. ഇന്ത്യയിൽ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ചാർജർ നിർമ്മിക്കുന്നതിൽ ആദ്യമായിട്ട് രംഗത്ത് വന്ന ഒരു കമ്പനിയാണെന്ന് മാത്രമല്ല, ഇപ്പോഴും മാർക്കറ്റിൻ്റെ 60% അവരുടെ കൈകളിലാണ്. കൂടാതെ അടുത്തൊരു 4 വർഷം കൊണ്ട് അവർ 50%-ലേറെ വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് 2022-23 കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ 23 അവർക്ക് അവരുടെ റവന്യൂവിൽ ഒരു ചെറിയ ഇടിവ് കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരുടെ ബാറ്ററി ബിസിനസ് അവർ ഡിറ്റാച്ച് ചെയ്തു മെയിൻ ബിസിനസ്സിൽ നിന്ന്. അതുവഴി ഉണ്ടായിട്ടുള്ള അക്കൗണ്ട്സിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസമാണ്. അത് മേക്കപ്പ് ചെയ്യും എന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. പിന്നെ ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഓഹരിയാണ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇഷ്യൂ കഴിയുമ്പോൾ 1715.71 കോടി രൂപയ്ക്കുള്ളതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇത് ഇവരുടെ ബോണസ് കൊടുത്തിട്ടുള്ളൊരു ചരിത്രം കൂടിയുണ്ട്. അതായത് സെപ്റ്റംബർ 2023 അവർ 11/1 എന്നുള്ള ലെവലിലാണ് ബോണസ് കൊടുത്തിട്ടുള്ളത്. ഡിവിഡൻഡ് ഒന്നും തന്നെ കൊടുത്തതായിട്ട് കാണുന്നില്ല. എന്തായാലും വളരെ ഫ്യൂച്ചറുള്ള ഒരു കമ്പനി തന്നെയാണ് എക്സിക്കോം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ട് മിഡ് ടൈം ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല, ഇപ്പോൾ ലിസ്റ്റിംഗ് ഗെയിൻ പ്രതീക്ഷിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു കമ്പനി തന്നെയായിട്ടാണ് എക്സിക്കോമിനെ കാണുന്നത്.
എക്സികോം ടെലിസിസ്റ്റംസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ഇടുക. അതോടൊപ്പം തന്നെ വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു IPO വിശേഷമായിട്ട് നമുക്ക് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.